വില്യാപ്പള്ളി കുറ്റ്യാമ്പള്ളിയിൽ നടന്ന ഒരു സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ദുരൂഹതയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഒരു സ്ഫോടനം നടന്ന് ഒരു വിദ്യാർത്ഥി പ്രായമുള്ള 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കൈ നഷ്ടപ്പെട്ട് വില്യാപ്പള്ളിയിൽ ആശുപത്രി കൊണ്ടുപോയി. ഇന്നലെ 4 മണിക്ക് നടന്ന സംഭവം പോലീസിനെയോ അല്ലെങ്കിൽ കൈപ്പത്തി നഷ്ടപ്പെട്ട ഹോസ്പിറ്റലിൽ പോയൊരു സംഭവം ഹോസ്പിറ്റൽ അധികാരികളോ ഒന്നും പറയാതെ പൂഴ്ത്തി വെച്ച് മുമ്പോട്ട് പോയ രീതിയിൽ അതിനെ കാണുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ന് 2 മണിക്കാണ് പോലീസിൻ്റെ സ്ക്വാഡുകളൊക്കെ വന്ന് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി മുമ്പോട്ട് പോകുന്നത്. ഇത്രയും സമയത്തിനിടക്ക് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കുവാനുള്ള ശ്രമമാണ് പോലീസും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രി അധികൃതരും അതുപോലെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളും ഒക്കെ ചെയ്തത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കുവാനുള്ള ശ്രമമാണിത്. നമ്മുടെ നാട്ടിലൊക്കെ പല സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. തോടന്നൂരെ സ്ഫോടനം, അതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് മണിയൂരിലെ സംഭവവും, അതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ക്രീൻഷോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടായ സംഭവങ്ങളിലൊക്കെ പരമ്പരയുണ്ടായി. അത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാനുള്ള ശ്രമവും അതുപോലെ തന്നെ പോലീസ് ഇക്കാര്യത്തിൽ ഒരു ജാഗ്രതയില്ലാത്ത നിലപാടെടുത്ത് മുമ്പോട്ട് പോകുന്നു. ഇതുവരെയും ഒരു കേസ് റേസ് ചെയ്തിട്ടില്ല. ഈ കേസ് റേസ് ചെയ്യണമെന്ന് ഞങ്ങൾ വളരെ ശക്തമായി ആവശ്യപ്പെടാണ് പോലീസിനോട്. ആ കേസൊന്നും റേസ് ചെയ്യാതെ പോലീസ് CPMൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും താളങ്ങൾക്കനുസരിച്ച് കളിക്കുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് മുമ്പോട്ട് പോകുന്നത് വലിയ ഗുരുതരമായ പ്രതിസന്ധിയും പ്രയാസവും ഉണ്ടാക്കും എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധവും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഉത്തരവാദപ്പെട്ട പോലീസ് സംവിധാനത്തെയും ഈ സംവിധാനം അറിയിക്കുവാനും അതിനാവശ്യമായ നിയമപരമായ സംവിധാനത്തിലൂടെ മുമ്പോട്ട് പോകുവാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ പോലീസ് അടിയന്തരമായി ഈ സംഭവത്തെക്കുറിച്ച് വില്യാപ്പള്ളിയിലെ ഒരു CPM നേതാവിൻ്റെ ബന്ധുവിൻ്റെ വീട്ടിലാണ് ഈ സ്ഫോടനമുണ്ടായത്. കഴിഞ്ഞ കാലത്തെ ഒരു CPM ലോക്കൽ സെക്രട്ടറി അല്ലെങ്കിൽ CITUവിൻ്റെ ജില്ലാ നേതാവായിരുന്നു ഭാര്യയുടെ ആങ്ങളുടെ വീട്ടിലാണ് ഈ സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ദുരൂഹതയ്ക്ക് പിന്നിൽ LDF അല്ലെങ്കിൽ CPM ഉണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. ഇവിടെ ഒരു വീട്ടിൻ്റെ മുകളിൽ നിന്നാണ് ഇത് നടന്നത്. അപ്പോൾ വീട്ടിൻ്റെ മുകളിൽ അങ്ങനെ സംഭവം നടക്കണമെങ്കിൽ ഇതിനാവശ്യമായ സാധനങ്ങൾ അവിടെ കൊണ്ടാച്ചതല്ലേ. ഇത് ചിലപ്പോൾ ഈ സ്ഫോടനങ്ങൾ ഉണ്ടാക്കുവാൻ സ്ഫോടന വസ്തുക്കൾ സ്ഫോടനാത്മകമായ രീതിയിൽ പണിയാൻ വേണ്ടി അതിൻ്റെ വീട്ടിൻ്റെ മുകളിൽ നിന്ന് പണിയെടുത്തായിരിക്കാനോ സാധ്യത. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു ശക്തമായ അന്വേഷണം വേണമെന്ന് UDF ആവശ്യപ്പെടുന്നത്. നമുക്കറിയില്ല ബോംബാണോ എന്താണെന്നറിയില്ല. പക്ഷേ സ്ഫോടനം ഉണ്ടായി ആശുപത്രിയിൽ എത്തിച്ചു. ഡേ ടൈമിലാണ് സംഭവം. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഞങ്ങൾ ആശുപത്രിയിൽ പോയി. അവരോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് പോലീസ് റിപ്പോർട്ട് ചെയ്യില്ല. ഞാൻ കിട്ടുന്ന മറുപടി ആശുപത്രി മാനേജ്മെൻറ്റിലെ ഉത്തരവാദപ്പെട്ട ഒരാൾ അയാൾ പറഞ്ഞ ഒരു കാരണവശാലും പോലീസിൽ അറിയിക്കരുത്. ഈ കക്ഷിയാരെന്ന് അന്വേഷിച്ചപ്പോൾ ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അവിടെയാണ് ഞങ്ങളിതിൽ ദുരൂഹത കാണുന്നത്. ഞങ്ങൾക്കിതറിയില്ല. അന്വേഷിക്കാനുള്ള സംവിധാനമുണ്ട്. അന്വേഷിക്കട്ടെ, കണ്ടെത്തട്ടെ. പടക്കം ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. ഇവിടെ ധാരാളം പടക്കം വാങ്ങാൻ കിട്ടുന്നില്ലേ? അപ്പോൾ പടക്കം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം എന്താണ് അതറിയണം. ഈ സ്ഫോടനം ഉണ്ടായിട്ട് അതിൻ്റെ ശബ്ദമുണ്ട്, പരിസരത്ത് ധാരാളം ആളുകളുണ്ട്, CPMന് ധാരാളം ആളുകളുടെ പ്രദേശമാണ്. ആരും അറിയില്ലല്ലോ. നിങ്ങൾ പത്രക്കാർ അറിഞ്ഞോ? പോലീസ് അറിഞ്ഞോ? ആരെങ്കിലും അറിഞ്ഞോ? ഇന്ന് 24 മണിക്കൂറിന് ശേഷമാണ് എല്ലാവരും വിവരം അറിയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത് മറച്ചു വെക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ചെയർമാൻ പറഞ്ഞ പോലെ ഈ കുട്ടിയുടെ ബന്ധുക്കൾ 1, 2, 3 ബന്ധുക്കൾ ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും പ്രവർത്തകന്മാരുമാണ്. ഞങ്ങൾ ആരോപിക്കുന്നില്ല, പക്ഷെ അന്വേഷിക്കണം. ഇവിടെ ഒരു സംഗതി എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ബോർഡിന് നേരെ ബോംബറുണ്ടായി. ഇതേ നിയോജക മണ്ഡലത്തിൽ നിങ്ങൾക്കറിയാം KSUവിൻ്റെ ഒരു നേതാവിൻ്റെ വീട് ബോംബാക്രമിച്ചു. ആ ബോംബാക്രമണത്തിലെ പ്രതി ഒരു അധ്യാപകനാണ്. ഞങ്ങൾ പറഞ്ഞു ആ അധ്യാപകൻ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ വാഹനത്തിൽ സ്ഥിരം സഞ്ചരിക്കുന്ന ഒരാളാണ്. ഇതൊന്നും ആരോപണമല്ല. അപ്പോൾ ഈ നിയോജകമണ്ഡലത്തിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്ന് ഇവിടെ ഞങ്ങൾ സംശയിക്കുകയാണ്.
സ്വാഭാവിക ജനാധിപത്യത്തിൽ ഞങ്ങളുടെ സംശയത്തിന് ഇവിടെ അന്വേഷിക്കാനുള്ള സംവിധാനമുണ്ട്. മീഡിയക്ക് അന്വേഷിക്കാം. ഞങ്ങളുടെ സംശയം ന്യായമായും ജനങ്ങളുടെ മാധ്യമങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.